കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഹിമാചൽ പ്രദേശ് നിന്നും ഞാനിപ്പോൾ പഞ്ചാബിലാണ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളുകളെല്ലാം കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു. സ്കൂളിലേക്ക് പുതുതായി പോകുന്ന കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്ന 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പോകുന്നവർക്ക് ചെറിയ ടെൻഷനൊക്കെ ആയിരിക്കും. ഫൈനലാണ്. ഐ ടെൽ യു സംതിങ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ, യേശു എങ്ങനെയാണോ ശിഷ്യന്മാരുടെ കൂടെ നടന്നത് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ നടപ്പുണ്ട്. ഹീ ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട്. He can teach you and he can open your eyes to greater things. So, ധൈര്യമായി ഈ അധ്യയന വർഷം എന്നെ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളും തുടങ്ങണം. ഒരു വാക്ക് പ്രാരംഭമായി തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പുതിയ അധ്യയന വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. ബ്ലെസ്. ജ്ഞാനം കർത്താവായ യേശു ക്രിസ്തുവിലാണല്ലോ. ആ ജ്ഞാനം യേശു അകത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ഞങ്ങളിൽ വന്നു കഴിഞ്ഞു. കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് അത് ആക്ടിവേറ്റായി വൻ കാര്യങ്ങൾ. ലെറ്റ് ദം ബി ദ ചാമ്പ്യൻസ്, ലെറ്റ് ദം ബി നമ്പർ വൺസ് ഇൻ ജീസസ് നെയിം. ഈ സ്കൂൾ തുറക്കുന്ന ദിവസം ഒരു കാര്യം പ്രത്യേകിച്ചും പേരൻസിനോട് ഓർപ്പിക്കാനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റ് കുഞ്ഞുങ്ങളുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമുക്ക് ദൈവത്തിൻ്റെ സൃഷ്ടി യുണീക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ യുണീക്കാണ്. അവരുടെ പുറത്ത് പ്രഷർ ഇടരുത്. ഞാൻ ഒത്തിരി കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ദേ ഹാവ് ഗോൺ റിവൈൻഡഡ് ദെംസെൽഫ്. ഇന്ന് ടു ബ്രിങ് ദം ബാക്ക് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഒരു ചെറിയ കാര്യം മതി. ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അതിന് കാരണം എനിക്ക് പല കാരണങ്ങളുണ്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ചും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പനമ്മമാരോട് പറയാം, ബി എ ഫ്രണ്ട് ടു ദം. അവരെ ഇത് ചെയ്യരുത്, അത് ഇമ്പോസ് ചെയ്യരുത്. അവർ ഒരു കാര്യം മൂലം അവരുടെ പുറത്ത് ഇമ്പോസ് ചെയ്യരുത്. അവർക്ക് സജസ്റ്റ് ചെയ്യും. ആൻഡ് ഓണർ ദെയർ പ്രൈവസി. അവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കണം. അവരെ നമ്മൾ വാച്ച് ചെയ്യണം, പക്ഷേ അവരുടെ പ്രൈവസിയെ മാനിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ തന്നെ ദേ ഹാവ് മോർ എന്നാ പറയുന്നത് സെൽഫ് ലോങ്ങിങ്നെസ് ദാൻ എനി ജനറേഷൻ. ആൻഡ് ഡോണ്ട് കമ്പയർ ദം. അതുകൊണ്ട് അവനെ നോക്കി ഇവനെ നോക്ക്, നീ മണ്ടെന്നാ പറയരുത്. അവരിൽ ഡിസ്കറേജ്മെൻറ്റ് വന്ന് ഡിപ്രഷൻ വരെ പോകാൻ സാധ്യതയുണ്ട്. സോ എൻകറേജ് ദം. ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളോട് പഠിക്കാൻ നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ 0 വാങ്ങിച്ചു വന്നാലും എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ 3 കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ കരുണയാൽ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഇതൊക്കെ ജസ്റ്റ് ഒരു ടിപ്സ് എന്നേ ഉള്ളൂ. നമ്മുടെ ചിൽഡ്രൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതരായിത്തീരും. ക്രിസ്തു യേശുവിൽ അവർ പ്രശസ്തരായിത്തീരും. പ്രത്യേകിച്ചും ഞാൻ ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കൂടെ ഐ എം ഇൻവെസ്റ്റിംഗ് മൈ ലൈഫ് ഇൻ ടു 13-year-olds to 29 teens and 20s. ഈ വരുന്ന ആഴ്ച 12-ാം തീയതി മുതൽ ഞാൻ നാഗ്പൂരിലാണ്. ഞാൻ 3 ദിവസം എക്സ്ക്ലൂസീവായി കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ താമസിക്കാൻ പോകും. I'm going to stay with them. I'm going to impart whatever God has given me into their lives. നോക്ക്, ചെറുപ്പം മുതൽ നമ്മൾ വന്ന ഒരു വഴികൾ ഒത്തിരി ലിമിറ്റേഷൻസ് ആയിരുന്നു. നമ്മൾ പഠിച്ചു വന്നത് നീ ഞായറാഴ്ച പള്ളിയിൽ പോയില്ലേ ദൈവം നിന്നോട് കോപിക്കും. നമ്മളോട് പറഞ്ഞിരുന്നത് നിൻ്റെ ലിമിറ്റേഷൻ്റെ അപ്പുറത്ത് നീ വലിയ കാര്യമൊന്നും അങ്ങനെയൊന്നും സ്വപ്നം കാണും, ഉള്ളത് ശരിയാക്കാൻ നോക്കും. അന്നന്നത്തുള്ളത് എങ്ങനെയും നയിച്ചു പോകണം. അങ്ങനെ ഒത്തിരി ലിമിറ്റേഷൻസിലാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. ദൈവവചനം എന്ന് പറയുന്നത് പോലും അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാകാഞ്ഞതുകൊണ്ട് പലപ്പോഴും we restricted ourselves or we restricted God to involve in our lives, not knowing that God is already working in us. ദൈവം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ദൈവത്തെ
പ്രസാദിപ്പിക്കാൻ, ദൈവത്തിൻ്റെ മനസ്സലിയിപ്പിക്കാൻ വി വർ ഓൾ ഇൻ ടു സ്ലേവറി എന്ന് പറയും. ആ ദാസ്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വളർന്നു വരുന്നതോറും വി വർ ഇൻ ടു ദിസ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദിസ് ജനറേഷൻ, ഈ കാണുന്ന ഈ തലമുറയിലെ കുഞ്ഞുങ്ങളെങ്കിലും ആ മെൻറ്റാലിറ്റിയിൽ പോകാതെ ലെറ്റ് ദം ഗോ ഇൻ ടു ദ റൈറ്റ്നെസ്. അതുകൊണ്ട് ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ I will come back to my topic. What is the New Testament Christ revelation? നമ്മൾ വീണ്ടും ജനിപ്പിക്കുമ്പോഴും now Adam had a face-to-face fellowship with God. ദൈവം ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇറ്റ് വാസ് ലൈക്ക്നെസ് ഓഫ് ഹിസ് ഇമേജ്. ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുന്ന ക്രൈസ്റ്റ് ആയിരുന്നു. ഹി വാസ് ദ ലൈക്ക്നെസ് ഓഫ് ഇമേജ്. ഇമേജ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഷാഡോ എന്ന് പറയാം. അപ്പം ആദാം നടക്കുമ്പോൾ യു ക്യാൻ സീ ദ ഫുൾനെസ്, ഗോഡ് വാക്കിംഗ്, ദ ഷാഡോ ഓഫ് ഗോഡ് വാക്കിംഗ് ഓൺ എർത്ത്. യേശു എന്ന് പറയുന്നത് വാസ് ദ ഫുൾനെസ് ഓഫ് ഗോഡ് വാക്കിംഗ് ഓൺ എർത്ത്. നമ്മളെ വീണ്ടും ജനിപ്പിച്ചപ്പോൾ ഒരു മനോഹരമായ വചനമുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലാണ്, അതിൻ്റെ 6-ാമത്തെ വാക്യം. ആൻഡ് ബിക്കോസ് യു ആർ സൺസ്. എങ്ങനെയാണ് സൺ ആയത്? യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിച്ച്. അതുകൊണ്ട് തന്നെയാണ് ഒരു ക്രിസ്ത്യൻ പേരൻസിൻ്റെ മകൻ ക്രിസ്ത്യൻ ആകണമെന്ന് നിർബന്ധമില്ല. എങ്ങനെയാ ഒരു ആള് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാകുന്നു? നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വായിക്കണം. അവിടെ പറയുന്നത് രക്ഷിക്കപ്പെട്ട കൂട്ടർ, അഥവാ യേശുവിനെ സ്വീകരിച്ചവർ അവരൊന്നിച്ചു കൂടി, യേശുവിനെ കർത്താവായി അറിഞ്ഞവർ, പുനരുത്ഥാനത്തിന് ശേഷം, അതാ സഭ. ആ സഭയിൽ അവർ പോയി, സഭയിൽ പോയി ആരാധിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സഭയോടൊപ്പം എന്ന് പറഞ്ഞാൽ സഭയെന്ന് പറയുന്ന കെട്ടിടമല്ല, ഞാനും നിങ്ങളുമാണ്. വി ആർ ദ ചർച്ച്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായമാണ്. ആൻഡ് വെൻ ദ ഫുൾനെസ് ഓഫ് ദ ടൈം ഹാഡ് കം, ഗോഡ് സെൻറ്റ് ഹിസ് സൺ, born of a woman, born under the law, that is Jesus Christ, to redeem those who are under the law, that we may receive the adoption as sons. Now, ഈ കാണുന്ന നിയമങ്ങളിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും ഇതിനകത്തു നിന്നൊക്കെ ദൈവം വിടുവിച്ചു. ഒരാൾ വിടുതലായി. ഈ വിടുതലായ മനുഷ്യൻ താൻ വിടുവിക്കപ്പെട്ടു എന്ന് അറിയാനും അതുപോലെ മൂവ് ചെയ്യണമെങ്കിലും ഹി ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ഹി ഈസ്. അതുകൊണ്ട് ദൈവം ചെയ്ത കാര്യമാണ്. ആൻഡ് ബിക്കോസ് യു ആർ സൺസ്, ഗോഡ് സെൻഡ് ഫോർ ദ സ്പിരിറ്റ് ഓഫ് ഹിസ് സൺ ഇൻ ടു യുവർ ഹാർട്ട്സ്. നമ്മുടെ ഉള്ളിൽ തൻ്റെ പുത്രനായ യേശുവിൻ്റെ സ്പിരിറ്റ് അകത്തിട്ട് തന്നു. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അത് മുഖാന്തരമായി that you may cry out Abba Father. So ആ ഡൈമെൻഷൻ മാറി. ദൈവമേ എന്നുള്ള വാക്ക് വിളിച്ച് പറഞ്ഞ് ദൈവമേ എന്ന് പറഞ്ഞ ആ അകന്ന് ഇരുന്ന ആ മനോഭാവം മാറി പിതാവേ എന്ന് വിളിക്കാൻ ഉള്ള ആ സ്പിരിറ്റ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ. അതാണ് എഴുതിയിരിക്കുന്നത്, the spirit of his son was sent into your heart. നമ്മൾ ഓർക്കുന്ന മനുഷ്യ പിതാക്കന്മാരുടെ മുമ്പിൽ നമ്മൾ കരഞ്ഞ് കാര്യം സാധിച്ചതുപോലെ ഈ ദൈവത്തിൻ്റെ മുമ്പിലും അങ്ങനെ മനസ്സലിയിക്കണമെന്നാണ്. വേണ്ട. ദൈവം ഓൾറെഡി നമുക്ക് അനുകൂലമാണ്. God is for us as a beautiful father who provides every need before even you ask. അപ്പം പുതിയ നിയമ പ്രാർത്ഥന തന്നെ വേറെയാണ്. ചെറിയ കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥനയല്ല. എന്താ പ്രാർത്ഥന? എൻ്റെ ഹൃദയക്കണ്ണ് പ്രകാശിക്കണം. എൻ്റെ ഹൃദയക്കണ്ണ് പ്രകാശിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ തരണം. ഗിവ് മീ ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടു നോ വാട്ട്. എന്താ മനസ്സിലാക്കാനായിട്ടാണ്? ഞാനൊന്ന് മനസ്സിലാക്കണം, എൻ്റെ മനസ്സിനകത്ത് കയറണം. കാര്യം എന്താ? ചെറുപ്പം മുതലേ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ ദാസന. അങ്ങനെയല്ല, എന്നെ തിരിച്ച് ഐ ഹാവ് ടു ട്രാൻസ്ഫോം മൈ മൈൻഡ്. ഞാൻ ഈ ദാസനല്ല, മകന. എനിക്കറിയാം, ഞാൻ ഈ ദിവസങ്ങളിൽ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചു. TNTയുടെ ഈ 22-ാം തീയതി ഞാൻ വൺ ഡേ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നാഗ്പൂരിൽ ഞാൻ വരുമ്പോൾ ഞാൻ അവരോട് പിന്നെയും പറയാൻ പോകുന്നത് യു ആർ സൺ.
ദൈവത്തെ മനസ്സലിപ്പിക്കേണ്ട. ഗോഡ് ഈസ് ഓൾറെഡി പ്ലീസ്ഡ് വിത്ത് യു. നൗ ഗോ ഇൻ ടു ദ സൂപ്പർ നാച്ചുറൽ. അതുകൊണ്ടാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം പുതിയ നിയമ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവൻ്റെ പ്രാർത്ഥന പോലും പഴയ നിയമ പുസ്തകങ്ങളുടെ കർത്താവെ, ഞങ്ങൾ അവിശ്വസ്തത കാണിക്കുമ്പോൾ നീ ഞങ്ങളെ ചെതറിച്ച് കളയുവോ? നെഹമ്യ പ്രാർത്ഥിക്കുക. ഞങ്ങൾ അവിശ്വസ്തത കാണിച്ചപ്പോൾ നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചെതറിച്ച് കളയുന്നു. പക്ഷേ പുതിയ നിയമ ലേഖനത്തിൽ വരുമ്പോൾ പറയാം, ഞങ്ങൾ അവിശ്വസ്തനായിരിക്കുമ്പോഴും നീ വിശ്വസ്തനായിരിക്കുന്നു, കാരണം നിൻ്റെ വാക്ക് മാറത്തില്ലല്ലോ. ഹോൾ ഡൈമെൻഷണൽ ചേഞ്ച്. ഞാൻ ചെതറിച്ച് കളയുന്ന ദൈവം പറയാം. നീ അവിശ്വസ്തത കാണിച്ചാൽ ഞാൻ ചെതറിച്ച് കളയുമെന്ന് പറയുമ്പോൾ മക്കളോട് പറയാം, നീ അവിശ്വസ്തത കാണിച്ചാലും ഞാൻ വിശ്വസ്തനായിരിക്കും, നീ എൻ്റെ മകനാണ്. അതുകൊണ്ടാണ് പുതിയ നിയമ ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ മകനാന്ന് മാത്രമല്ല, ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യമുള്ള മക്കളാണ്. അതാണ് കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അതാണ് കോൺഫിഡൻസ് വിത്ത് ക്രൈസ്റ്റ്. ലേഖനങ്ങളിൽ മുഴുവൻ വരുന്ന കോൺഫിഡൻസ് വിത്ത് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ആ വാതിൽ. യേശു പറഞ്ഞത് ഞാൻ ആ വാതിൽ. അഥവാ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യു കം ടു ദ ഡോർ ഓഫ് എ കിങ്ഡം വിച്ച് ഇസ് വെരി വൈഡ്, അൺലിമിറ്റഡ്. യേശുവിൻ്റെ അടുക്കൽ വരാൻ പറയുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. ഇനി എന്താ? യേശുവിൻ്റെ ഞാൻ സ്വീകരിച്ചു, ഇനി എന്താ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാം ക്ലോസ്ഡ് ആകുന്ന പോലെയാണോ? അല്ലല്ല. ഹീസ് ദ ഡോർ. അതാ ദൈവവചനത്തിൽ പറയുന്നത്, തൻ്റെ ദേഹം എന്ന തിരിശില കീറി ഒരു പുതിയ ജീവനുള്ള മാർഗം, ലൈഫ്, അഡ്വെഞ്ചർ, ടു സ്വിം ഇൻ ടു ദ റിവർ ഓഫ് ലൈഫ്. ഇറ്റ് ഈസ് സോ ഗ്ലോറിയസ്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 3:8 പറയാണ്, അൺസെർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്. ഒരു ആയുസ് മുഴുവൻ പ്രസംഗിച്ച് തീർക്കാൻ പറ്റാത്ത അപ്രമേഘമായി അൺസെർച്ചബിൾ ആയിട്ടുള്ള റിച്ചസ് ആണ് ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നത്. ആൻഡ് ഐ ടെൽ യു സംതിങ്, നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് നിത്യതയിൽ പോകുമ്പോഴും ഈ അൺസെർച്ചബിൾ റിച്ചസ് തീരാൻ പോകുന്നില്ല. ജസ്റ്റ് ഇമാജിൻ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ വാക്ക്, ഹീസ് അപ്ഹോൾഡിങ് എവറിത്തിങ് ബൈ ഹിസ് വേർഡ്. ഒരു വാക്ക് പറഞ്ഞപ്പോൾ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ ഒത്തിരി സയൻറ്റിഫിക് തിയറീസൊക്കെ വായിക്കുന്നയാളാണ്, ജസ്റ്റ് ടു സീ ഹൗ ദ ബൈബിൾ ടച്ചസ് ദാറ്റ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദർ ആർ 500 million constellations. And I'm talking about this research, എത്രയാണ്, ഒരു 10-20 വർഷം മുമ്പേ ഞാൻ വായിച്ചത്. 500 constellations. നമ്മുടെ എർത്തിൻ്റെ പറഞ്ഞാൽ ഒരു ഗാലക്സി എന്നേ ഉള്ളൂ. ഈ പ്ലാനറ്റ്സും ഈ സണ്ണും ചന്ദ്രന്മാരും എല്ലാം കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാലക്സി. അങ്ങനത്തെ ഗാലക്സികൾ ഉള്ളതാണ് ഒരു കോൺസ്റ്റലേഷൻ. അത് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് സൂര്യനും ചന്ദ്രന്മാരൊക്കെ ഉള്ള ഒരു കോൺസ്റ്റലേഷൻ. അങ്ങനെ മില്യൺസ് ഓഫ് കോൺസ്റ്റലേഷൻസ്. 500 million ഈ 10-15 വർഷം മുമ്പേ കണ്ടുപിടിച്ചത്, അന്നത്തെ ടെലിസ്കോപ്പ് വഴി. ഇനി അവർ കാണുന്തോറും ദേ ആർ ഗെറ്റിംഗ് അമേസ്ഡ്. ഇത് മുഴുവൻ ഓടുന്നത് അപ്ഹോൾഡിങ് ബൈ ദ വേർഡ്, ഹിസ് വേർഡ്. ഒന്ന് ഓർത്ത് നോക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ശുശ്രൂഷ കൊണ്ടിരിക്കുമ്പോൾ ഒരു അനുഭവമുണ്ട്. ഞാൻ ശുശ്രൂഷ കൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞ ചില വാക്ക്, ഞാൻ മനുഷ്യനായി, ഞാൻ ക്രൂശിക്കപ്പെട്ടു, പുനരുത്ഥാനം ചെയ്തു, എൻ്റെ സൃഷ്ടിയായ പത്രോസിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ നിൽക്കുമ്പോൾ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ, ഐ എം ദ സെയിം ഐ ആം. ഞാനാകുന്നവനാണ് ഞാൻ. അന്ന് മിസ്രൈമിന് രാവിലെ അവർക്ക് എന്ത് ഭക്ഷിക്കും അവർ ആലോചിക്കുക പോലും വേണ്ട. രാവിലെ മന്ന കൊടുത്ത് അവരെ നടത്തിയവൻ. ദാറ്റ് ഐ ആം. ആ ഞാൻ, I fell in love with you. That's why I'm after you. ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. അതിൻ്റെ അർത്ഥം ഞാൻ ദൈവമല്ലെന്നല്ല. I am that I am. That great God who the creator of all the seen and unseen. ദൃശ്യവും അദൃശ്യമായ ലോകം. ഇന്ന് ഈ കോൺസ്റ്റലേഷൻസ് കാണുന്ന ദൃശ്യലോകമാണ്. അദൃശ്യലോകം ഇതിനേക്കാളും multi-million times bigger. ഇത് മുഴുവൻ സൃഷ്ടിച്ചവൻ
എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുക. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത് 4:1 പറയുക, ആൻഡ് ദ എയർ ആസ് ലോങ് ആസ് ഹീ ഈസ് എ ചൈൽഡ് ഡസ് നോട്ട് ഡിഫർ ഫ്രം എ സ്ലേവ് ദോ ഹീ ഈസ് എ മാസ്റ്റർ ഓഫ് ഓൾ. ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിൻ്റെ സാധ്യതകൾ. ഒരു മതത്തിലല്ല നമ്മൾ വന്നിരിക്കുന്നത്, ഒരു കുടുംബത്തിലാണ് വന്നിരിക്കുന്നത്. ദൈവ പൈതലാന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അതേ നേച്ചർ. അതാണ് പത്രോസ് പറയുമ്പോൾ ഹിസ് ഡിവൈൻ നേച്ചർ ഹാസ് ഗിവൺ അസ് എവറിത്തിങ് പെർട്ടൈനിങ് ടു ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നാച്ചുറൽ. ഓർ എൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ യു ടു വാക്ക് ലൈക്ക് ഗോഡ് ഓൺ എർത്ത്. അതിനകത്ത് ഓപ്പൺ യുവർ ബോക്സ്. യു ആർ എ സൺ വിത്ത് എ ഗുഡ് സ്റ്റാൻഡിങ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ഗോഡ് ഈസ് പ്ലീസ്ഡ് വിത്ത് അസ്. ദൈവം നമുക്ക് അനുകൂലമോ പ്രതികൂലം ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാം. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ദാറ്റ് എവ്രി ആ ദാസ്യത്തിൻ്റെ ആത്മാവ്, ഭയപ്പെടുന്ന ആത്മാവ് നിങ്ങളിൽ നിന്നും ഫ്ലഷ് ഔട്ട് ആകണം. അതാ റോമർക്കെഴുതിയ ലേഖനമായിട്ട് പറയുന്നത്, വീണ്ടും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിൻ്റെ ആത്മാവ്. അതാ ഗലാത്യർക്ക് എഴുതിയ ലേഖനം, ഹി പുട്ട് ദാറ്റ് സ്പിരിറ്റ് ഇൻ ടു യു സോ യു ക്യാൻ കോൾ ഹിം ഫാദർ. അതർവൈസ് യു വിൽ നോട്ട് കോൾ ഹിം ഫാദർ ഇൻ യുവർ ഓൺ സ്പിരിറ്റ്, ബിക്കോസ് സ്ലേവറി ആൻഡ് മാറ്റിറ്റ്യൂഡ് പോയിട്ടില്ല. That is why he put his spirit in, and that is eternal life. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും കർത്താവെ, അവരുടെ ഹൃദയ കണ്ണ് പ്രകാശിച്ചിട്ട് അവരിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന അൺലിമിറ്റഡ് സ്ട്രെങ്ത്, അളവറ്റ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കാം. മിസ് ചെയ്യരുത്. ദോഹയിൽ ലീവ് എടുക്കേണ്ടിയവർ ലീവ് എടുക്കണം. ജൂൺ 22 മുതൽ 27 വരെ ഐ മീൻ ദോഹ. വിൽ മീറ്റ് ടുഗെദർ ആൻഡ് ഹാവ് എ പവർഫുൾ സൂപ്പർ നാച്ചുറൽ ടൈം ഇൻ ക്രൈസ്റ്റ് ജീസസ്. കഴിഞ്ഞ ദിവസം നമ്മുടെ റീച്ച് വേൾഡ് വൈഡിൻ്റെ ബാഗ് സ്കൂൾ കിറ്റ്, അതായത് നോട്ട്ബുക്സ്, പെൻസിൽ, അത് മുഴുവൻ ഉപകരണങ്ങളെല്ലാം ബാഗ് നമ്മൾ ഏകദേശം 7000-ഓളം പ്ലസ് കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഒരേ സമയത്ത് 14 ജില്ലയിലും റീച്ച് വേൾഡ് വൈഡ്. നിങ്ങൾക്കറിയാം, റീച്ച് വേൾഡ് വൈഡ് ഇന്ന് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഹെവൻലി ഫീസ്റ്റിൻ്റെ സാമൂഹിക അല്ല. റീച്ച് ഇസ് എ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ. ഇന്ന് റീച്ച് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളുണ്ട്. മണ്ഡലം അടിസ്ഥാനത്തിൽ, വാർഡ് അടിസ്ഥാനത്തിൽ വി വോണ്ട് ടു സെർവ് ഹ്യൂമാനിറ്റി. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കരയുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണീര് കണ്ടിട്ടും കാണാതെ ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം കേൾക്കത്തില്ല. മനുഷ്യനെ മനുഷ്യനായി സ്നേഹിച്ച്, അതാണല്ലോ യേശു ക്രിസ്തു പറഞ്ഞ ഏറ്റവും വലിയ ഒരു തത്വം. തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. ആരാണ് അയൽക്കാരനെന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ ആ സമയത്ത് യേശു ഉദാഹരണം പറഞ്ഞ്, ഒരു മനുഷ്യൻ മുറിവേറ്റ് കിടക്കുമ്പോൾ പുരോഹിതനും ലേവ്യനും പോയി. എന്നാൽ ഒരു ശമര്യക്കാരൻ, അവൻ ഇതോരും ഒന്നും ബന്ധമില്ലാത്തവനെങ്കിലും അവൻ ആ മനുഷ്യനെ എടുത്ത് സത്രത്തിലാക്കി അതിൻ്റെ ചെലവ് കൊടുത്ത്. സോ അതാണ് അയൽക്കാരൻ എന്ന് മനുഷ്യനെ കണ്ടത്. എല്ലാം മനുഷ്യൻ. സോ എൻ്റെ പേഴ്സണലായിട്ട് ഉള്ള വിചാരമാണ്, നമ്മളൊരു മനുഷ്യൻ്റെ സങ്കടത്തിൻ്റെ കണ്ണീരിൻ്റെ പുറത്ത് ചവിട്ടി ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഇറക്കി വിടുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാൽ എല്ലാ മനുഷ്യരും, മതങ്ങളൊക്കെ പിന്നീടാണ് വന്നത്, സൃഷ്ടിക്കുന്നവൻ ദൈവമാണ്. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായ മനുഷ്യൻ്റെ, അതാണ് റീച്ച് വേൾഡ് വൈഡിൻ്റെ ഈ തവണ കുറച്ചുകൂടെ കഴിഞ്ഞ മാസം നമ്മളെല്ലാ ജില്ലകളിലും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ പോലും റീച്ച് ചെയ്യാനാണ്, അറിയാനാണ്. സോ ഈ ദിവസം, ഈ കഴിഞ്ഞ 20-ാം തീയതിയായിരുന്നു, 14 ജില്ലയിലും ഒരുപോലെ പാവപ്പെട്ടവരെന്നുള്ള ഗ്രൂപ്പ് എങ്ങുമില്ല. പാവപ്പെട്ടവരല്ല ഞങ്ങൾ കൊടുക്കുന്നത്. അതിന് ചലഞ്ചാകുന്നു, വെല്ലുവിളി. അതിന് ചില അപ്പനും അമ്മമാർക്ക് അവർക്ക് പൈസ ഉണ്ട്, പക്ഷേ 3 പിള്ളേർ ഒരേ വീട്ടിൽ നിന്ന് സ്കൂളിൽ അധ്യയന വർഷം പോവുകയാണെങ്കിൽ ഭയങ്കര ഒരു ബേർഡനാണ്. സോ അവർക്ക് ഈസ് ഔട്ട് ചെയ്യാനായി കർത്താവ് ഞങ്ങളെ സഹായിച്ചു. യേശു ക്രിസ്തുവിൻ്റെ എല്ലാ തത്വങ്ങളും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഉള്ളത് വെച്ച് തന്നെ എല്ലായിടത്തും കൊടുക്കാൻ പറ്റി. സോ അതിൻ്റെ റീച്ച് വേൾഡ് വൈഡിന് ക്ലിപ്പിങ്സും കാണാം. നിങ്ങൾക്ക് ഈ 21 ദിവസം നടന്ന ബൈബിൾ സ്റ്റഡിയുടെ മെസ്സേജസ് നമ്മുടെ
വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റീച്ച് വേൾഡ് വൈഡിൻ്റെ പ്രവർത്തനം റീച്ചിൻ്റെ വെബ്സൈറ്റിൽ കാണാം. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളെല്ലാവരും ചേർന്ന് ഇതൊരു ജനകീയ മുന്നേറ്റമായി മനുഷ്യരെ സഹായിക്കുന്നവരായി നമുക്ക് തീരാം. സ്വാതൻ്റെ ഒരു ക്ലിപ്പിംഗിലേക്ക് ലെറ്റ്സ് ഗോ. റീച്ച് വേൾഡ് വൈഡ് സഹായ സ്പർശവുമായി 2017-2018 അധ്യയന വർഷത്തെ സൗജന്യ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം കേരളത്തിലെ 14 ജില്ലകളിലെ 23 കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ നിർവഹിച്ചു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരും നിർധരരായ തെരഞ്ഞെടുക്കപ്പെട്ട 7000-ഓളം കുട്ടികൾക്ക് റീച്ച് വേൾഡ് വൈഡിന്റെ ചൈൽഡ് സ്പോൺസർഷിപ്പ് പ്രോഗ്രാമുകളിലൂടെ ലഭിച്ച സ്കൂൾ കിറ്റിലൂടെ തങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞു. എറണാകുളം, ട്രിവാൻഡ്രം, കൊല്ലം, പത്തനാപുരം, ആലപ്പുഴ, കോലഞ്ചേരി, പത്തനംതിട്ട, തിരുവല്ല, തൃശൂർ, കോഴിക്കോട്, തൊടുപുഴ, മൂവാറ്റുപുഴ, പാലക്കാട്, കണ്ണൂർ, ഈരാറ്റുപേട്ട, ഇടുക്കി, മുണ്ടക്കയം, നിലമ്പൂർ, കാഞ്ഞങ്ങാട്, സുൽത്താൻ ബത്തേരി, വൈക്കം, പാല, കോട്ടയം എന്നീ കേന്ദ്രങ്ങളിൽ നടന്നു. ഈ കുരുന്നുകൾക്ക് അവരുടെ ജീവിതത്തിൽ വെളിച്ചമേകാൻ റീച്ച് വേൾഡ് വൈഡിനോടൊപ്പം സഹകരിച്ച് കൈകോർത്ത എല്ലാവർക്കും നന്ദി. റീച്ച് വേൾഡ് വൈഡ് സഹായ സ്പർശവുമായി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 12-ാം തീയതി മുതൽ ഞാൻ നാഗ്പൂരിലുണ്ട്. 22-ാം തീയതി മുതൽ ഐ എം കമ്മിങ് ടു ദോഹ. എക്സ്പ്ലോസീവ് സൂപ്പർ നാച്ചുറൽ ടൈം with Jesus Christ. God bless you.